എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുക. നമ്മളെപ്പോഴും പറയും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയാണെന്ന്. എന്താണ് ഈ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഭാഗം പറയാം. അത് ബുദ്ധിയെ കൺട്രോൾ ചെയ്യുന്നതാണ്. യേശു കർത്താവിൻ്റെ അപ്പനും അമ്മയോ യോസെഫും മറിയയോ യേശു കർത്താവിന് വേണ്ടി വഴിപാട് കഴിക്കുവാൻ ദൈവാലയത്തിൽ വരികയാണ്. സ്തോത്ര. ആ സമയത്ത് 360ഓളം വയസ്സുള്ള ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ വീട്ടിലുണ്ട്. സ്തോത്ര. എന്നാൽ ഈ വൃദ്ധനായ മനുഷ്യന്റെ അടുക്കൽ ആത്മാവ് പറഞ്ഞോ, നീ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ പറഞ്ഞോ. നീ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ. ഈ മനുഷ്യൻ പള്ളിയിൽ ചെന്നപ്പോൾ ഇതാ ഒരു യൗവനക്കാരനോ യൗവനക്കാരിയോ ഒരു കൊച്ചു കുഞ്ഞുമായി പള്ളിയിൽ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ യോസഫും മറിയയും കുഞ്ഞുമായിട്ട് പള്ളിയിൽ വരുന്ന സമയം ആരാണ് ശിമയോന്റെ അടുക്കൽ പറഞ്ഞത്? ഇവരിവിടെ ഇപ്പോൾ വരുമെന്ന് ആരാണ് ശിമയോന്റെ അടുക്കൽ പറഞ്ഞത്? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരുവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ he will connect you with the right person at the right time. നിന്റെ വാഗ്ദത്തം എവിടെ കിടക്കുന്നോ ആ വ്യക്തിയുമായിട്ട് എവിടെ നീ കണക്ട് ആകണമോ അതേ സ്ഥലത്ത് അതേ സമയത്ത് നിന്നെ കണക്ട് ചെയ്യുക. ലൂക്കോസ് 2:27 അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നോ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, he came by spirit. ആത്മാവ് അവനെ ഇങ്ങ് കൊണ്ടുവന്നെന്ന്. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്ക് പോകേണ്ട ബസ് നിനക്ക് മിസ്സാകത്തില്ല. നീ കയറേണ്ട ഫ്ലൈറ്റ് നിനക്ക് മിസ്സാകത്തില്ല. നീ അറ്റൻഡ് ചെയ്യേണ്ട ഇന്റർവ്യൂ നിനക്ക് ലാപ്സ് ആകത്തില്ല. നിന്നെ കണക്ട് ചെയ്യേണ്ട വ്യക്തികളുമായി കണക്ട് ചെയ്യേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കണക്ട് ചെയ്യുക. ഇന്ന് രാത്രി എവിടെയൊക്കെയോ സമയം തെറ്റിയ ഘടികാരം പോലെ ജീവിതം എഴയുകയാണോ, ഈ രാത്രി പരിശുദ്ധാത്മാവിന് he can connect you with the right persons at the right place at the right time.